ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻഡ് കമ്പനിയുടെ മൊത്തത്തിലുള്ള കള്ളത്തരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും വലിയ ആസൂത്രിതമായ കൊള്ള, അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൊള്ള കാലങ്ങളായി നടന്നു എന്ന് വെളിവാക്കുന്നതാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ കസ്റ്റഡി അപേക്ഷയും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു തവണ പ്ലാൻ ചെയ്തിട്ട് അവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറത്ത് ദീർഘകാലമായി ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നു വരികയായിരുന്നു എന്നാണല്ലോ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അല്ലാതെയുള്ള ഒരു വിവരം എന്തായാലും നമ്മുടെ മുമ്പിൽ ഇല്ല താനും. നിലവിലുള്ള അന്വേഷണം, മുഖ്യമന്ത്രി അത് നല്ല അന്വേഷണം എന്ന് പറയുന്നു. ദേവസ്വം ബെഞ്ച് ഇതുവരെയും ആ അന്വേഷണ സംഘത്തെ വിമർശിച്ചിട്ടില്ല. അതേസമയം ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ കേട്ട ഹൈക്കോടതി ബെഞ്ച് വിമർശിച്ചിട്ടുണ്ട്. അന്വേഷണം മന്ദീഭവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൻസ്രാവുകളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഈ ജാമ്യ ഹർജി കേട്ട ഹൈക്കോടതി ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയും നിലവിൽ ഉള്ള ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ട പ്രധാനികളെ അടക്കം അകത്തിടുകയും ചെയ്തതുകൊണ്ട് പോസിറ്റീവായാണോ കാണുന്നത്? ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പണ്ട് തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്ന അഭിലാഷേ, CBI അന്വേഷണം വേണമെന്നും 30 കൊല്ലത്തോളമായിട്ടുള്ള 30 കൊല്ലത്തെങ്കിലും മിനിമം ബാക്കിലേക്ക് എടുത്തു വേണം ഇതിൻ്റെ അന്വേഷണം നടത്താനെന്നും. ഞങ്ങളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയട്ടെ. സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം, അടൂർ പ്രകാശും പോറ്റിയുമായിട്ടുള്ള ബന്ധം, ആന്റണിയും പോറ്റിയുമായിട്ടുള്ള ബന്ധം ആരോപിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? CBI അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. എന്തിനാണ് ഇവർ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോറ്റിയെ ആദ്യം അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്ത പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് ഈ പോറ്റി എന്തിനു കൊണ്ടുകൊടുത്തു എന്ന് മുഖ്യമന്ത്രിക്ക് സംശയമുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ട് CBI അന്വേഷണം നിങ്ങൾക്ക് ആവശ്യപ്പെടണം. എന്തിനാണ് മുഖ്യമന്ത്രി CBI വേണ്ട എന്ന് പറയപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ടോ എങ്കിലും, ഏതെങ്കിലും MP മാരുണ്ടോ, MLA മാരുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടോ? എല്ലാ അന്വേഷണം വരുന്നേ 30 കൊല്ലക്കാലമായിട്ടുള്ള ചരിത്രം വരട്ടെന്നേ, അത് CBI അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ ബുദ്ധിമുട്ട്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഇപ്പോൾ ആന്റണി ആയിക്കോട്ടെ, അടൂർ പ്രകാശ് ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, VD സതീശൻ ആയിക്കോട്ടെ, സോണിയാഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ ഇതിനകത്ത് പോറ്റിയുമായിട്ടുള്ള ആത്മബന്ധമുണ്ട്. പോറ്റിയെ അവർ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പോറ്റിയുടെ ഈ തട്ടിപ്പിനെ അവർ കൂട്ടു നിന്നിട്ടുണ്ട് എങ്കിൽ CBI അന്വേഷണത്തിലെല്ലാം വരുമല്ലോ. എന്തേ മുഖ്യമന്ത്രി അത് വേണ്ട എന്ന് പറയപ്പെടുന്നത്? മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുകയല്ലേ? അവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് ഇവർ അന്വേഷിച്ചാൽ മതി. നമ്മുടെ കാര്യം എന്താണുള്ളത്? നഷ്ടപ്പെട്ട സംഭവം തിരിച്ചു വരില്ലല്ലോ. ഇവർ അത് ഉരുക്കി ഇവർ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള എല്ലാ അവസരങ്ങളും 10 വർഷക്കാലമായി ചെയ്തു കൊടുത്തിരുന്ന വ്യക്തികൾ തന്നെയല്ലേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ? അത് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് പ്രകാശൻ മാഷ് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്, BJPയും കോൺഗ്രസും ഡീലാണെന്ന്? BJPയും കോൺഗ്രസും ഒരു ഡീലില്ല. നിങ്ങൾ ഒരുമിച്ചല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ അടിയിലെന്ന് പറയപ്പെടുന്നത് വെറുതെ തോന്നി വർത്തമാനം വെറുതെ വിളിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ 10 കൊല്ലക്കാലത്ത്, നിങ്ങളുടെ ദേവസ്വം മന്ത്രിയുള്ള സമയത്ത്, 3 ദേവസ്വം മന്ത്രിമാരിരുന്ന സമയത്ത്, ദേവസ്വം പ്രസിഡന്റുമാരിരുന്ന സമയത്ത്, പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു വൃത്തികെട്ടവൻ അവിടെ കയറി തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവന് തോന്നിയത് അഴിച്ചു കൊണ്ടുപോകുന്നു. ഒറ്റയ്ക്ക് അഴിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് കൃത്യമായ കൂട്ടുണ്ട്, അതിന് കൃത്യമായ ഗൂഢലക്ഷ്യമുണ്ട്, അതിന് കൃത്യമായ ഗൂഢാലോചനയുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ബോർഡിൻ്റെ സാങ്ഷനുണ്ട്. ആ ബോർഡ് സാങ്ഷൻ ചെയ്ത കാര്യം ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പോറ്റിയെ നിങ്ങൾ എന്തിനു സംരക്ഷിച്ചു എന്ന ബോധ്യമില്ലേ? 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, എത്ര തവണ പോറ്റി ഈ അഭ്യാസം കളിച്ചുവെന്ന് നോക്കാൻ നിങ്ങളുടെ ആളുകൾക്ക് നേരമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ വ്യക്തമായിട്ടുള്ള ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പം ആരോപണം എന്താണ്? പോറ്റി ഇതിനു മുൻപ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അടുത്തും അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റണിയും അതേപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി പോറ്റി കണ്ടിട്ടുണ്ട്. ശരിയാണ്, കണ്ടിട്ടുണ്ട്. അന്വേഷിക്കണം. അന്വേഷിക്കാൻ CBI അന്വേഷണത്തെ ഉത്തരവിടാൻ എന്താണ് മുഖ്യമന്ത്രിക്ക് പറ്റില്ല എന്ന് പറയപ്പെടുന്നത്? അപ്പോൾ 30 കൊല്ലക്കാലത്തെ ഈ കാര്യം CBI അന്വേഷിക്കണമെന്നും CBI അന്വേഷിച്ച് കാര്യങ്ങൾ യഥാർത്ഥം പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് ഇന്നും തുടങ്ങിയല്ലോ. ഞങ്ങൾ ഈ വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞാണ് CBI അന്വേഷിക്കണമെന്നുള്ളത്. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാഷ് പറഞ്ഞിട്ടു 51 വെട്ടിൻ്റെ കാര്യം, TP 51 വെട്ടുന്ന സിനിമ പുറത്തിറക്കാൻ തയ്യാറാവാത്തതും അത് പുറത്തിറക്കിയ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയണത്. കടക്ക് പുറത്തുനിന്ന് പറഞ്ഞപ്പെടുന്ന വ്യക്തിയുടെ പാർട്ടിയുടെ നേതാവാണ് പറയണത് ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങളുടെ ചങ്കിലെ ചൈനയ്ക്ക് എപ്പോഴും പ്രസ് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ വിടും മാഷേ. കാര്യം ഒരു കാര്യം വളരെ വൃത്തിയാണ്. ഒരു വൃത്തി കെട്ടവൻ കേട്ട് കളവ് കെട്ടു. ആ കട്ടവന് നിങ്ങൾ കൂട്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടുന്ന ആളുകളൊക്കെ CPMൻ്റെ നേതാക്കന്മാരാണ്. അവർ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ CBIക്ക് അന്വേഷണം വിട്. നിങ്ങളുടെ സർക്കാരല്ലേ? ആഭ്യന്തരം ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ അന്വേഷിക്കുന്നേ. എല്ലാവരും
പോലും പങ്കാളിത്തമുള്ളവരൊക്കെ പെട്ടോട്ടെ, എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾക്ക് എന്തിനാ ഭയപ്പെടണേ? എന്താ CBI വേണ്ട, CBI വേണ്ട, CBI വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയണേ? ആ പറയുന്നിടത്താണ് സംശയത്തിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത്. അവിടെ ചോദ്യം വേണ്ടത്. ശരി.